ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കേരള ടു കർണാടക വ്ളോഗാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ രാവിലത്തെ വീഡിയോസൊന്നും ഇട്ടില്ലായിരുന്നു. ഞാൻ പകുതി ആയിരുന്നപ്പോഴാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. സോ എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയ കാരണം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. നല്ല സീറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് സീറ്റ് നല്ല സീറ്റ് വെച്ചാൽ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. AC ബസ്സായിരുന്നു. അപ്പം അങ്ങനെ റിലാക്സ് ചെയ്ത് ഉറങ്ങി അങ്ങനെ സെറ്റായി. ഇനി പകുതിയായി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ട്രാഫിക് ജാം കിട്ടി. അങ്ങനെ അവിടെ കുറേ നേരം അങ്ങനെ ഇരുന്ന് ഒന്ന് അറ്റം വരെ നല്ല ബ്ലോക്ക് ഉണ്ട്. സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനങ്ങനെ കുറേ നേരം ഇവിടെ കിടന്നു. പിന്നെ രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ചില വീഡിയോസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ വീഡിയോൻ്റെ ലെങ്ത് ഇച്ചിരി ഷോർട്ടായി. അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടാനുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു ട്രാവലിങ്ങിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടെമ്പിൾ വിസിറ്റ് ചെയ്തത് പരശ്ശിനിക്കടവായിരുന്നു, മുത്തപ്പൻ്റെ അവിടെ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മൂകാംബികയിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാനായിട്ട് ഈ ഡ്രസ്സ് ഇട്ടു. പിന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ കാല് വേണ്ടെടുത്തിട്ട് ഇച്ചിരി നേരം അവിടെ ഇരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഇവിടെ ചരടൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, വളയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. അങ്ങറ്റം വരെ ഇങ്ങറ്റം വരെ നല്ല ക്യൂ ആണ്. അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് ക്ഷീണിച്ച്. പിന്നെ ഇവിടെ പൂജ എന്തോ നടക്കണമായിരുന്നു. പിന്നെ ഇത് അങ്ങനെ നടന്ന് പകുതി എത്തിയപ്പോൾ ഗസ്റ്റ് ഹൗസ് കണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. പിന്നെ അവിടെ ക്യൂ പക്ഷെ വേഗം പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇത് അവിടെ നിന്ന് ഞാൻ എടുത്ത ഫോട്ടോസാണ്. എനിക്കിതെന്താണെന്ന് മനസ്സിലായില്ല. അവിടെ എന്തോ ഒരു ഇതുണ്ട്. പിന്നെ ഇത് കണ്ട ചരടൊക്കെ ഇതിലൊക്കെ ഇട്ട് വെച്ചേക്കണായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത്. ശ്രീ കൃഷ്ണ മാത ഉടുപ്പി എന്നാണ് പേര്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ബസ് കയറി വന്നിരുന്നു. പിന്നെ റെസ്റ്റ് ചെയ്യാനായിരുന്നു. നന്ദിനി ഇതെന്തോ മിൽക്കിൻ്റെ എന്തോ കടയാണ്. പിന്നെ ഇച്ചിരി നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഇനി ഞങ്ങൾ മൂകാംബികക്കാണ് പോകുന്നത്. സോ മൂകാംബികയിൽ മൂകാംബികയിൽ സ്റ്റേ ചെയ്യാനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടുത്തെ വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല. ട്രാവൽ ചെയ്യണം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ഡെവലപ്മെൻ്റ് എന്ന് പറയാനില്ല, പക്ഷെ നല്ല റോഡൊക്കെ ഉണ്ട്. ഒരു കുണ്ടും കുഴിയില്ല. പക്ഷെ വേസ്റ്റ് അതൊക്കെ എല്ലാ സ്ഥലത്തും പോകുന്നവർക്ക് കാണുന്നത്. നല്ല റോഡായിരുന്നു, നല്ല സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാം. ഇത് വില്ലേജ് ഏരിയ ആണ്, സിറ്റിയിലേക്ക് അങ്ങോട്ട് ആയിട്ടില്ലായിരുന്നു. സിറ്റിയിലെ ചില വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ പോയപ്പോൾ നല്ല ഭംഗിയുള്ള പുഴകളൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് പോയായിരുന്നു. നല്ല ക്ലിയർ വാട്ടർ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പം മൂകാംബികയിലേക്ക് പോകണതാണ്, അമ്പലത്തിലേക്ക്. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കാം. അപ്പം അത് ഇനി മൂകാംബികയിൽ പോയി വന്നിട്ട് ഇതാണ് എൻ്റെ അവസ്ഥ. അമ്പലത്തിലേക്ക് പോയി കയറിയിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ മൂകാംബികയിൽ ചെന്നിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി നാരങ്ങവെള്ളം കുടിക്കാൻ. അപ്പോൾ അവിടെ നിന്നും ഒരു ഫോട്ടോ. പിന്നെ നമ്മൾ സരസ്വതി ദേവി കുളിച്ച സൗപർണിക തീർത്ഥം എന്നാണ് ഈ പുഴയുടെ പേര്. ഇത് നല്ല കാടാണ്, ഇവിടെ പുലിയും ഇതൊക്കെ ഉണ്ട്. അപ്പം ആരെങ്കിലും കുളിച്ചോണ്ടിരിക്കാൻ നേരത്ത് പുലി കയറുന്ന ആൾ മരിച്ചു. പിന്നെ ആ സ്റ്റെപ്പ് വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വേനൽക്കാലമായ കാരണം വെള്ളം കുറഞ്ഞാണ്. അവിടെ ഡേഞ്ചറസ് അപായം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുമുണ്ട്. ഇത് ഞാനും എൻ്റെ അമ്മമ്മയാണ്. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോയാണ്. നല്ല ക്ലിയർ വാട്ടർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ക്ലിയറാണ്. ഇച്ചിരി ചെളി ആ കല്ലിലൊക്കെ ഉണ്ട്, ചെളിയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ശരിക്കും മൂകാംബികയിൽ പോകാൻ നേരത്ത് ഈ വെള്ളത്തിൽ ഈ തീർത്ഥത്തിൽ കുളിച്ചിട്ട് വേണം പോകാനുള്ള ഒരു ഐതിഹ്യം എന്നുണ്ട്. അപ്പം ഇവിടെ ആയിരുന്നു സരസ്വതി ദേവി കുളിച്ച സ്ഥലം.
സൗപർണിക തീർത്ഥം. നല്ല കാടുണ്ട്. പിന്നെ മഴക്കാറ് കണ്ടപ്പോൾ നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകണമായിരുന്നു. അപ്പം നല്ല ഇവിടെ ശരിക്കും ഞങ്ങൾ കുളിക്കാൻ പോകാൻ പറ്റിയില്ലായിരുന്നു. അവിടെ പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം സൺഡേ ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങൾ ട്രക്കിങ്ങിന് പോയായിരുന്നു. എന്തായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു? കിട്ടി. സർവജ്ഞ പീഠം എന്നാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലമാണ്. അപ്പം അവിടെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകുന്നതാണ്. ഞങ്ങൾ ഓർത്ത് ഇച്ചിരി ഉണ്ടാവുള്ളൂ തോന്നിട്ട് അത് ഒരു 2 കിലോമീറ്റർ എന്തോ ഉണ്ട്. ഇത് ആദ്യം നല്ല സ്മൂത്ത് റോഡായിരിക്കും. പിന്നെ ഞാനിപ്പോൾ തന്നെ പറഞ്ഞ എല്ലാ സസ്പെൻസ് പോകില്ല. പിന്നെ അവിടെ നിന്ന് പകുതി വരെ ട്രക്കിംഗ് ഉള്ളു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നടന്നു. ഒരു കിലോമീറ്റർ മലയുടെ മുകളിൽ പല തരമുള്ള ഇതുണ്ട്. ഇപ്പം കുണ്ടും കുഴിയുള്ള ഇതുണ്ട്. പിന്നെ കുറേ സ്റ്റേജസ് ഉണ്ട് മല കിടക്കാൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവസാനം മുകളിലെത്തി. അവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്യണൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ട്രക്കിങ്ങിന് ശരിക്കും 7 പേര് വേണം. ബട്ട് ഞങ്ങൾ 5 പേരാണ് ഞങ്ങളുടെ ട്രിപ്പിൽ. വേറൊരു 3 ഫാമിലി അല്ല 3 മെമ്പേഴ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പം അവരും ഞങ്ങളും കൂടിയാണ് പോയത്. പക്ഷേ 5 പേരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 7 പേര് വേണം. അപ്പം ഞങ്ങൾ വേറൊരു ജീപ്പിൽ കയറിയിരുന്നു. എന്നിട്ട് 3 പേരും കൂടി വന്നു. ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നു. ഞാനും അമ്മമ്മയും പിന്നെ അമ്മയുമായിരുന്നു. അപ്പോൾ വേറെ ഒരു ഫാമിലി 3 മെമ്പേഴ്സുണ്ട്. 4 മെമ്പേഴ്സുണ്ട്. അവരും കൂടി വന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ട്രക്കിങ്ങിന് പോയേക്കുന്നത്. പിന്നെ ഷെയർ ചെയ്തു. ഒരാൾക്ക് 1500 റുപ്പീസാണ്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തായിരുന്നു കൊടുത്തേച്ചത്. അപ്പം കന്നഡയായാലും ഞങ്ങൾക്കങ്ങനെ മനസ്സിലായില്ല. ബട്ട് ഫോർച്യുനേറ്റ്ലി അവരും മലയാളികളായിരുന്നു. അത് കാരണം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഡ്രൈവർ മാത്രം കന്നഡയില്ല. പക്ഷേ ഡ്രൈവറിനെ സംസാരിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ചിലതൊന്നും നമുക്ക് മനസ്സിലായില്ല എന്താ പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടിലേക്കായിരുന്നു പോകുന്നത്. പിന്നെ ഈ കാടിൻ്റെ അവിടെയൊക്കെ നല്ല റോഡൊക്കെയാണ്. അപ്പം അവിടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാടിൻ്റെ ഉള്ളിൽ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു ഫുള്ളും. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം കുണ്ടും കുഴിയുള്ള റോഡായി. അപ്പം മറ്റേ കല്ലൊക്കെ ഇവിടെ ഉണ്ട്. എന്തോ ഒരു പാറക്കല്ല്. അപ്പം അതൊക്കെ എടുക്കാൻ ലോറി ട്രക്കൊക്കെ വരും. അങ്ങനെ ആ സ്ഥലത്തൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം അത് കാരണം റോഡ് ഇങ്ങനെ ഒരുമാതിരി പ്ലെയിൻ പോലെയായി. ഇവിടുത്തെ കല്ലുകളൊക്കെ ഭയങ്കര പ്രത്യേകതയുള്ള കല്ലുകളാണ്. ഒരു പകുതി എത്തിയപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. ഞാൻ നേരത്തെ ശരിക്കും 3 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡി ആയിരിക്കുമായിരുന്നു. സോ അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പകുതി വരെ ഞാൻ അങ്ങനെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോൾ എനിക്ക് പേടിയായി. ഇയാൾ സാഹസം കാണിച്ച അവസാനം കുഴിയിലേക്ക് ഇടുമെന്ന് തോന്നി. ഇതിൻ്റെ അപ്പുറത്തെ കൊക്കയാണ്. അത് കാരണം എനിക്ക് പേടിയായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതേ മലയുടെ മണ്ടക്ക് നിൽക്കണം. അവസാനം പേടിച്ച് പിടിച്ചിരിക്കണമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും ഭയങ്കര പാടാണ്. അത് കാരണം ഇച്ചിരി വീഡിയോസ് ഞാൻ പറ്റാൻ മാക്സിമം അത്ര ഉള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടോപ്പിലെത്തട്ടെ. എന്നിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണാം.
സാധാരണ മൂന്നാറിലൊക്കെ ആയിരുന്നു ഞാൻ ട്രക്കിങ്ങിന് പോകണം. ബട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഇത്. പിന്നെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇതാണ് ഇത്രയും വരെയാണ് പോകുള്ളൂ. അപ്പം അവിടെ ചെന്നിട്ട് കാണാം, മുകളിൽ ചെന്നിട്ട്. അപ്പം ഇതാണ് നമ്മൾ ശരിക്കും ശങ്കരാചാര്യർ ഇരിക്കുന്ന സ്ഥലം. ഇതല്ല, ഇവിടെ ഒരു അമ്പലം പോലെയുണ്ട്. പിന്നെ മുകളിലേക്ക് ഇനി മലയൊക്കെ കടന്ന് വേണം അവിടെ ചെല്ലാൻ. ഇവിടെ ഇത്രയാണ് ജീപ്പ് വരുള്ളൂ. പിന്നെ ഇവിടെ ഇത് കണ്ട, ഇത് ഫ്രഷ് വാട്ടറാണ്. മലയുടെ മുകളിൽ നിന്ന് നല്ല ഔഷധമായിട്ടുള്ള വെള്ളം വരുന്ന സ്ഥലമാണിത്. ഇത് ശരിക്കും ഇവിടേക്ക് വന്നാൽ നമ്മൾ കർണാടകയിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ശങ്കരാചാര്യർ ഇരുന്ന സർവജ്ഞപീഠം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയി. എനിക്ക് വന്നിട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ്. അത് കാരണം മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ ഒരു ഇതാണ്. ഇതൊക്കെ ഈസി എന്ന് പറഞ്ഞ് ഞാൻ കയറി തുടങ്ങിയാണ്. ബട്ട് അവസാനം ഞാൻ രണ്ട് പ്രാവശ്യം വീണു. എന്നിട്ട് ഒന്നും പറ്റിയില്ല. ഇച്ചിരിയും കൂടി വീണെങ്കിൽ മറ്റേ വലിയ കൊക്ക് പോലത്തെ സ്ഥലമുണ്ട്, അതിലെൻ്റെ ബോഡി വന്നു. ആ കുഴി കണ്ടതോടെ എൻ്റെ ജീവൻ പോയി. എനിക്ക് അക്രോഫോബിയാണ്, ഹൈറ്റ് പേടിയാണ്. എന്നിട്ടാണ് ഞാൻ ഈ മലയുടെ മണ്ടക്കൊക്കെ കയറി വന്നത്. അപ്പം അമ്മമ്മയാണെങ്കിൽ ഫുൾ പവർ, ആ അറ്റത്തൂടി പോണേ. എൻ്റെ പൊന്നി, എനിക്ക് പേടിയായിട്ട് ഞാൻ ഫ്രണ്ടിൽ നടക്കണേ. ഇപ്പുറത്തെ പിങ്കുടുപ്പിട്ട ഇത് ഞാനാണ്. എനിക്ക് പേടി. എനിക്ക് 2 പ്രാവശ്യം വേണ്ടിക്ക് പ്രാന്ത്. ഞാൻ എങ്ങനെയൊക്കെ കയറിപ്പോണേയാണ്. നല്ല കൂളായിട്ട് ഞാൻ നടന്നു പോണേ. നിങ്ങൾ ഓർക്കും, പക്ഷെ കൂളല്ല ഫ്രണ്ട്സ്. ഈ ഒരുമാതിരി ചുരിദാറ് പോലത്തെ ഡ്രസ്സും ഈ ഷൂ എടുത്തില്ല. എനിക്കറിയില്ലായിരുന്നു ഇത്ര ഉണ്ടാവുമെന്ന്. ഷൂ എടുക്കാണ്ട് ഇങ്ങനെ നടന്ന അവസാനം എനിക്ക് പേടി. ഇത്ര മതി, നമുക്ക് തിരിച്ചു പോവുക അവസ്ഥയായി. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ മതി, കാലുവേദന എടുത്തിട്ട് തിരിച്ചു പോകണമായിരുന്നു. ഇച്ചിരി പേര് മാത്രമേ മുകളിൽ പോയിട്ടുള്ളൂ. പിന്നെ എല്ലാവരും വയസ്സുള്ള ആൾക്കാരൊക്കെ മീൻസ് പ്രായമുള്ള ആൾക്കാരൊക്കെ തിരിച്ചു പോയി. പക്ഷേ ഞങ്ങൾ അവസാനം പകുതി എത്തി. ഇനി ഞാനോർത്ത് ഇത്രേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞ് സന്തോഷിച്ചപ്പോഴാണ് പിന്നെ മനസ്സിലായത് മുകളിൽ അത്രയും കുറേ കയറണമെന്ന്. അതാണ് ആ സർവജ്ഞപീഠം, അവിടെ ഇരുന്ന് തപസ്സിരുന്ന സ്ഥലം. ഇതാണ് ശങ്കരാചാര്യർ ഇരുന്ന സ്ഥലം. ഇനി ഞങ്ങൾ ആദ്യം പെറുക്കണമെന്നൊക്കെ, അത് കല്ലാണ്, ഒരു വിശ്വാസമാണ്. എനിക്കറിയില്ല, എന്ത് വിശ്വാസമാണ്. അപ്പോൾ അതൊക്കെ പെറുക്കി അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ മുരുടേശ്വരത്തിൽ പോയി. എനിക്ക് തിരിയണില്ലല്ലോ. അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് ശിവൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ മറ്റേ ഒരു ബീച്ചുണ്ട്, ബീച്ചിൻ്റെ പേര് നടത്തി. പിന്നെ ഞങ്ങളിവിടെ തൊഴുത് നല്ല ഹൈറ്റിലാട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ശിവൻ്റെ അങ്ങോട്ട് ആ പ്രതിമ സ്ഥലത്ത് പോകാൻ പറ്റില്ല. പിന്നെ വൈകുന്നേരമൊക്കെ വൈകുന്നേരമല്ല ഒരു സന്ധ്യയൊക്കെ ആയി. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഒരു ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ മാൽപേ ബീച്ചിലേക്കാണ് പോണത്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകും. ഇത് സൺഡേ ആണ്, ഞങ്ങൾ മൺഡേ ആട്ടോ വന്നത്. അപ്പം ഞാൻ ഓർത്തുന്ന ഇച്ചിരി നേരം വിശ്രമിച്ചിട്ട് ആവാം. സോ കുറേ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ അവസാനം
പറ്റിയില്ല. ഞാൻ ഉറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. പിന്നെ ഇവിടെ എന്താ പേപ്പർ വെച്ചിട്ടുണ്ട് ഛർദ്ദിക്കാണ്ടിരിക്കാൻ. ഇത് നമ്മുടെ സീറ്റ് അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇങ്ങനെ എന്തൊക്കെയോ പൊട്ടത്തരം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ലൈറ്റ് അടിച്ച അടുത്ത ആൾക്കാർക്ക് എന്തോ ഡിസ്റ്റർബ് ആവുന്നു. ഞാനൊന്നും ചെയ്തില്ല. പിന്നെ വെള്ളം അതിൻ്റെ അടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുതപ്പില്ലാത്ത കാരണം ജാക്കറ്റാണ് എടുത്ത് പുതച്ചത്. പിന്നെ ഇതിൽ സ്ഥലമൊക്കെ ഉണ്ട് കാലൊക്കെ വെക്കാൻ. ഞാൻ വിശ്രമിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരിതുണ്ട്, മറ്റേ ഇങ്ങനെ ചാരിയിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യണ ഒരു ഇത്. പിന്നെ എന്താണ് ഇവിടെ, പിന്നെ ഇത് ബ്ലാങ്കറ്റിന് പകരം ഞാൻ എൻ്റെ ജാക്കറ്റ് ഇട്ട് പുറത്തു. നല്ല തണുപ്പുള്ള കാരണം. പിന്നെ ഞാൻ എന്താണ് എല്ലാ കാഴ്ചകളും കണ്ട് ഞാൻ ഇരിക്കുന്നു. കാരണം അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. നെഞ്ചിടും മണ്ണ് ആദ്യമായിട്ട് കടൽ കാണുന്ന പോലെ, കടലിലെ മണ്ണ് കാണുന്ന പോലെ ഇരുന്ന് കളിക്കുന്നത്. നല്ല വെള്ള കളറ് ഇതായിരുന്നു. നല്ല ബീച്ചായിരുന്നു കേട്ടോ. എൻ്റെ ഫാമിലി കാരണം ഞങ്ങൾ ലേറ്റായിട്ടാണ് ബീച്ചിൽ പോവുക. ഇവിടുന്നൊരു സമയം പറഞ്ഞിട്ട് അവർ കറക്റ്റായിട്ട് 5 മണിക്ക് പറഞ്ഞിട്ട് 6:30 കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ടൈം പറഞ്ഞായിരുന്നു. ഈ ടൈമിൽ തന്നെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് അവർ ഭയങ്കര ലേറ്റായത് കാരണം ഞങ്ങളും ഇതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ കാണിക്കണ്ടിരിക്കുന്നു മനസ്സിലാവില്ല. ഞാൻ പിന്നെ ഉറങ്ങാൻ ഇരിക്കണേ. ഇത് പിക്ചേഴ്സാണ് നമ്മൾ വന്നതിൻ്റെ ഇത്. ഇപ്പോൾ രാവിലെ ഞാൻ എടുത്ത ഈ വീഡിയോ ഉണ്ടാവും. പിക്ചേഴ്സ് നമ്മൾ തിരിച്ചു തന്നെ ദിവസമാണ്. സോ നമുക്ക് ഭയങ്കര വെയിലാണ്. ഞാൻ എന്താ കോപ്പറൊക്കെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും കാണിക്കട്ടെ. ഞാൻ രാവിലെ ഫുഡ് കഴിക്കാത്ത പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമെന്തെങ്കിലും ആയിട്ടുണ്ടാവും. ചിലപ്പോൾ എനിക്ക് ഇരുന്നിരുന്ന് എന്തെങ്കിലും അസ്വസ്ഥത ആയിട്ട് ഞാനിങ്ങനെ കാണിക്കും. എനിക്കെന്താ അസുഖം ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കുറച്ച് ആൾക്കാർ ഇറങ്ങി തുടങ്ങി. ഇനി ഞങ്ങൾ